ഈ വിദ്യാർത്ഥിയുടെ പരുക്ക് എങ്ങനെയുണ്ട്? അത് പുലിയാണോ എന്നത് വനംവകുപ്പ് അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണോ? അനുജ, ഇന്ന് ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് 1:15 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ വന്യജീവിയുടെ ആക്രമണത്തിലാണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. പുലിയാണെന്നുള്ള സ്ഥിരീകരണം ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുണ്ട്. തിരുനെല്ലി കാരമാട് ഉന്നതിയിലെ സുനീഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത്. വീടിന് സമീപം കളിക്കുകയായിരുന്നു. കളിക്കുന്നതിനിടയിലാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടിക്കുളം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കുട്ടി. ഇദ്ദേഹത്തെ മാനന്തവാടിയിലെ ആശുപത്രിയിൽ, അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചെറിയ പരിക്കാണുള്ളത്. അത് വടികൊണ്ട് ഇതിനെ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. പ്രതിരോധിച്ച ഘട്ടത്തിൽ അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ അത് കടുവയാണെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. പക്ഷേ കടുവയല്ല. പിന്നീട് RRT സംഘം എത്തി പരിശോധന നടത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ആ ഭാഗത്തുള്ള പഗ്മാർക്ക് അടക്കം പരിശോധിച്ചു. ഇതേ തുടർന്നാണ് പുലിയാണ് ആക്രമിച്ചതെന്നാണ് പറയുന്നത്. മേഖല എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് കാടിൻ്റെ ഓരത്ത് ചേർന്നുള്ള പ്രദേശമാണ്. വന്യജീവികളുടെ ഒരു മേഖല തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കളിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. മേഖലയിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ പുലിയുടെ ആക്രമണത്തിൽ എങ്ങനെയാണ് ഈ കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നോ സുർജിത്ത്? തീർച്ചയായും. അതായത് വടികൊണ്ട് പ്രതിരോധിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരം. ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെയാണ് ഒരു രക്ഷപ്പെടൽ ഉണ്ടായിരിക്കുന്നത്. കുട്ടിയെ ഇപ്പോൾ മാനന്തവാടി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കല്ല, പക്ഷേ വലിയ രീതിയിൽ ഒരു പകച്ച ഒരു അവസ്ഥയാണ് കുട്ടിയെ സംബന്ധിച്ചുള്ളത്. ഡോക്ടർമാർ വിശദമായി പരിശോധന നടത്തി വരികയാണ്.